ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സേഫോസ് മലയാളം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ലിസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നോക്കിയത്. അപ്പോൾ നമുക്കറിയാം ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ വേരിയബിൾ ആണ്. അപ്പോൾ ഒരു കളക്ഷൻ വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നിലധികം ഡേറ്റാസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ലിസ്റ്റ് പോലെയുള്ള മറ്റൊരു കളക്ഷൻ വേരിയബിൾ തന്നെയാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറ്റ് ഒരു കളക്ഷൻ വേരിയബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ്സ് ഷുഡ് ബി യുണീക്ക്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് സെറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി, സെറ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആണ്. അതായത് സെറ്റിനകത്ത് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന എലമെൻസുകളെല്ലാം അപ്പെക്സിൻ്റെ അൽഗോരിതം അനുസരിച്ച് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളതായിരിക്കും. നമ്മൾ ഏത് സീക്വൻസിലാണോ വാല്യൂസ് എൻ്റർ ചെയ്യുന്നത് ആ സെയിം സീക്വൻസിൽ തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. മറ്റൊന്ന്, ഇത് അൺഓർഡേർഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് ഇൻഡെക്സിങ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാദ്യം ഞാൻ സെറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യണം. സെറ്റ് എന്നാൽ ഇതിനകത്ത് ഏത് ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂസാണ് സെറ്റിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ മെൻഷൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇൻറ്റീജർ വാല്യൂ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇൻറ്റീജർ എന്ന് കൊടുക്കാം. ഇനി സ്ട്രിങ് വാല്യൂ ആണെങ്കിൽ സ്ട്രിങ്, ഡേറ്റ ആണെങ്കിൽ ഡേറ്റ്, ഇനി ഐ ഡി ആണെങ്കിൽ ഐ ഡി. അങ്ങനെ ഏത് തരം ഡേറ്റ ആണോ ഞാൻ ഈ സെറ്റിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് അത് ഞാൻ മെൻഷൻ ചെയ്യണം. ഇതിന് ശേഷം നമുക്ക് ഒരു പേര് കൊടുക്കാം, സെറ്റിനൊരു പേര്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ മൈ സെറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, നൗ അതായത് നമുക്കൊരു പുതിയ സ്പേസ്, ന്യൂ സ്പേസ് നമുക്ക് അലോക്കേറ്റ് ചെയ്യണം. അതുകൊണ്ട് അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യാം. സ്പേസ് നമ്മൾ പറഞ്ഞേക്കുന്ന പോലെ. ഇനി അടുത്തത് ഏത് ടൈപ്പ് ഓഫ് സെറ്റാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സെറ്റ് ഓഫ് ഇൻറ്റീജർ ആണ്, അപ്പോൾ അത് തന്നെ ഇവിടെ നമുക്ക് വീണ്ടും മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്യുക. എന്നിട്ടൊരു ഓഫ് ആഡ് ചെയ്യാം. ഇത് ലിസ്റ്റ് പോലെ തന്നെയാണ്. നമുക്കറിയാം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഇതേപോലെ തന്നെ. ലിസ്റ്റ് ആഡ് ചെയ്യുക, ലിസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ദിസ് ലിസ്റ്റ്. ഇതിനകത്ത് നമുക്ക് ഇൻറ്റീജർ ലിസ്റ്റാണ് വേണ്ടെങ്കിൽ ഇൻറ്റീജർ എന്ന് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഉദാഹരണം മൈ ലിസ്റ്റ്, ഇതാണ് എൻ്റെ ലിസ്റ്റിൻ്റെ പേര്, ഈക്വൽ ടു ന്യൂ ലിസ്റ്റ് ഓഫ് ഇൻറ്റീജർ. ഇങ്ങനെ തന്നെയായിരുന്നു നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. സോ ഇതേപോലെ തന്നെയാണ്. നോക്കൂ, ഇതിൻ്റെ സിൻറ്റാക്സിൽ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. ലിസ്റ്റിന് പകരം നമ്മൾ സെറ്റ് എന്ന് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾ റൈറ്റ്. ഇനി ഇതിനകത്ത് എങ്ങനെ വാല്യൂ ആഡ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്ന പോലെ, അതായത് ലിസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ സെറ്റിനകത്തും വാല്യൂ ആഡ് ചെയ്യുന്നത്. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് വാല്യൂ ആഡ് ചെയ്യാം. അതായത് ഈ ഏതാണോ സെറ്റ് അതിൻ്റെ പേരെടുക്കുക, പേര് ഡോട്ട് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട വാല്യൂ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് ഇൻറ്റീജറാണ് ഡേറ്റ ടൈപ്പ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു ഇൻറ്റീജർ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ 10 എന്ന് ആഡ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതേപോലെ തന്നെ എനിക്കിപ്പം വേറൊരു വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും ആ വാല്യൂ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ 20 എന്ന് ആഡ് ചെയ്തു. അഗെയിൻ അനദർ വാല്യൂ, ഫോർ എക്സാമ്പിൾ 40. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ഇതല്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഈ ഓഫ് ബട്ടൺ കൊടുക്കുന്നതിന് പകരം, അഥവാ ഓഫ് സിമ്പിൾ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഓപ്പൺ ബ്രേസസ് ആഡ് ചെയ്യാം. ഓപ്പൺ ആൻഡ് ക്ലോസ് ബ്രേസസ്. ഇതിനകത്ത് നമുക്ക് ഡേറ്റ ടൈപ്പ് കൊടുക്കാം, അല്ല ഡേറ്റാസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 5, 6, 7, 10. ഓക്കെ, 10. അഗെയിൻ 20. ഇത്ര തന്നെ വാല്യൂ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇതിനകത്ത് വീണ്ടും ഒരു വാല്യൂ എടുക്കാം. ഫോർ എക്സാമ്പിൾ അഗെയിൻ 40. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഈ ഒരു മൈ സെറ്റ് എന്ന് പറയുന്ന സെറ്റിനെ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ സിസ്റ്റം ഡോട്ട് ഡീബഗ് ഓഫ്, ഇതിനകത്ത് നമുക്ക് മൈ സെറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. സോ സെറ്റ് വാല്യൂസ് ആർ, ഇത് ഞാൻ എന്തോ പറയുന്നുണ്ട്. ഓക്കെ, ഇതൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാൻ എന്ത് പറഞ്ഞാലും അത് അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്നിട്ട് ഞാൻ മൈ സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിൻ്റെ പേര് ഞാനിവിടെ ആഡ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നൗ എക്സിക്യൂട്ട്. ഇപ്പോൾ ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഞാനിതിനകത്ത് ഡീബഗ് ഓൺലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, നമുക്ക് കിട്ടിയേക്കുന്ന സെറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ഇതിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വാല്യൂ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം കൊടുത്തേക്കുന്ന 5, 6, 7, 10, 20 തുടങ്ങിയ വാല്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 10 വാല്യൂ ഉണ്ട്. പക്ഷേ ഈ 10 എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെയുണ്ട്, അതുകൊണ്ട് അത് വീണ്ടും ഡിസ്പ്ലേ ചെയ്യില്ല. 20 എന്ന് പറയുന്നതും വീണ്ടും ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ഡിസ്പ്ലേ ചെയ്യില്ല.
പിന്നെ നമുക്ക് 40 ഉണ്ട്, അത് എഗെയിൻ അത് ഡിസ്പ്ലേ ചെയ്തു. വീണ്ടും ഞാൻ 40 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അത് വീണ്ടും ഡിസ്പ്ലേ ചെയ്യില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് സെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമുക്കൊരു സ്ട്രിങ് വാല്യൂ ആഡ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് സെറ്റ് ഓഫ് സ്ട്രിങ് ആണ് വേണ്ടത്. സോ സെറ്റ് ഓഫ് സ്ട്രിങ്ങിന് ആഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ എനിക്ക് ഫ്രൂട്ട്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് എന്ന പേര് കൊടുക്കാം. ഇങ്ങനെ പേര് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു നെയിമാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു ഓക്കെ ന്യൂ സ്പേസ് എന്താണോ എൻ്റെ സ്ട്രിങ്ങിൻ്റെ പേര്, ഡേറ്റ ടൈപ്പ്, അത് നമുക്ക് മെൻഷൻ ചെയ്യാം. സെറ്റ് ഓഫ് സ്ട്രിങ് വാല്യൂ. ഇവിടെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ആപ്പിൾ എന്ന് ആഡ് ചെയ്തു, ആപ്പിൾ. പിന്നെ നമുക്ക് ഓറഞ്ച് ആഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. 2 വാല്യൂ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ലൈക്ക് ഫ്രൂട്ട്സ് ഡോട്ട് ആഡ് ഓഫ്. ഇതിനകത്ത് നമുക്ക് വീണ്ടും വാല്യൂ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും ആപ്പിൾ എന്ന് തന്നെ ആഡ് ചെയ്യാം. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആണ്. സോ ദിസ് ഇസ് ഡൺ. ഇനി നമുക്ക് വേറൊരു വാല്യൂ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് കോപ്പി ചെയ്യാം, വീണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, ആപ്പിൾ, ഞാനിവിടെ ഗ്രേപ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്കിതിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സിസ്റ്റം ഡോട്ട് ഡീബഗ് ഓഫ്, ഇതിനകത്ത് ഫ്രൂട്ട്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ വാല്യൂ കിട്ടും. ഡീബഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീബഗിനകത്ത് നമുക്ക് ആപ്പിൾ, ഗ്രേപ്പ് ആൻഡ് ഓറഞ്ച് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആപ്പിൾ, ഓറഞ്ച് ആൻഡ് ആപ്പിൾ ഗ്രേപ്പ് എന്നാണ്. സോ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ആപ്പിൾ, ഓറഞ്ച് ആൻഡ് ആപ്പിൾ ഇഗ്നോർ ചെയ്തു, കാരണം ഈ ആപ്പിൾ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എഗെയിൻ ഗ്രേപ്സ്. പക്ഷേ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് എലമെൻറ്റ് ആപ്പിൾ, സെക്കൻഡ് എലമെൻറ്റ് ഓറഞ്ച്, പിന്നീടാണ് ഗ്രേപ്പ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് വന്നപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് ആപ്പിൾ, ഗ്രേപ്പ്, ഓറഞ്ച് എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് രീതിയിലാണോ വാല്യൂ കൊടുക്കുന്നത് അഥവാ എലമെൻറ്റിനെ ആഡ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നില്ല. അത് അതിൻ്റേതായ അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ സൈസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സെറ്റിൻ്റെ പേരെന്താണോ അതിൻ്റെ കൂടെ ഡോട്ട് സൈസ് ഓഫ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിൻ്റെ സൈസ് എത്ര നമുക്ക് കാണാൻ പറ്റും. ലെറ്റ്സ് എക്സിക്യൂട്ട് ആൻഡ് ഡീബഗ്. കണ്ടില്ലേ, 3 ആണ് ഇതിൻ്റെ സൈസ്. അതായത് ഇതിനകത്ത് 3 എലമെൻ്റ് ആണുള്ളത്. ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ 1, 2, 3, 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും ആപ്പിൾ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് 3 എലമെൻറ്റ് മാത്രമേ സെറ്റിൽ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. സെറ്റിന് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം, യൂണിയൻ. അപ്പോൾ യൂണിയൻ എന്താണെന്ന് വെച്ചാൽ 2 സെറ്റുകൾ നമ്മൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിയൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഉദാഹരണം നോക്കിയാൽ നമുക്കിവിടെ ഒരു സെറ്റ് 1 എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. അതിനകത്ത് ഞാൻ 3 എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ആപ്പിൾ, ബനാന ആൻഡ് ഓറഞ്ച്. ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്, അതാണ് സെറ്റ് 2 എന്ന് പറയുന്ന എലമെൻറ്റ്. സെറ്റ് 2 എന്ന് പറയുന്ന ഈ ഒരു സെറ്റിനകത്ത് നമുക്ക് 3 എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ബനാന, ഗ്രേപ്പ് ആൻഡ് മാംഗോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ആദ്യം യൂണിയൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു സെറ്റ് 1 എന്ന് പറയുന്ന ഈ ഒരു സെറ്റിനെ ഇവിടെ ആഡ് ചെയ്തു. സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സെറ്റ് 1 എന്ന് പറയുന്ന ഈ ഒരു സെറ്റിനെ ക്ലോൺ ചെയ്യാൻ പോകണം, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പോകണം. സോ അതിനെ ക്ലോൺ ചെയ്യാൻ വേണ്ടി എനിക്ക് ആ ഒരു സെറ്റിൻ്റെ പേരെന്താണോ അതോ ഡോട്ട് ക്ലോൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സെറ്റ് 1 ക്ലോൺ ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞാൻ പുതിയൊരു പേരിൽ സേവ് ചെയ്യാൻ പോകണം. സോ അതിൻ്റെ പേരാണ് ഫോർ എക്സാമ്പിൾ സെറ്റ് 3. സോ സെറ്റ് 3 എന്ന് പറയുന്നതാണ് എൻ്റെ ക്ലോൺഡ് സെറ്റ്. അല്ലെങ്കിൽ നമുക്ക് വേറെ പേര് കൊടുക്കാം, ഫോർ എക്സാമ്പിൾ ക്ലോൺഡ് സെറ്റ് 1. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇതാണ് ക്ലോൺ ചെയ്തിരിക്കുന്ന സെറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കണം? ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് സെറ്റ് ഓഫ് സ്ട്രിങ് ആണ് അല്ലേ? ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ക്ലോൺ ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് 1ലേക്ക് നമ്മൾ സെറ്റ് 2നെ യൂണിയൻ ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫംഗ്ഷനാണ് ഓൾ ഫംഗ്ഷൻ. ഓക്കെ, അതിനകത്തേക്ക് ഞാൻ സെറ്റ് 2 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ യൂണിയൻ ചെയ്തു. വാല്യൂ മീൻസ് സെറ്റ് യൂണിയൻ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ക്ലോണിനെ, ഈ ക്ലോൺ സെറ്റ് 1 എന്ന് പറയുന്നതിനെ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അതിന് ഞാൻ സിസ്റ്റം ഡോട്ട് ഡീബഗ് ഓഫ് എന്നെഴുതി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇതേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീബഗിനകത്ത് കണ്ടോ, നമുക്ക് ഈ 2 വാല്യൂവും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റിനകത്തുള്ള ആപ്പിൾ, ബനാന ആൻഡ് ഓറഞ്ച്, അതിൻ്റെ കൂടെ സെക്കൻഡ് സെറ്റിനകത്തുള്ള ബനാന, ഗ്രേപ്പ് ആൻഡ് മാംഗോ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
രണ്ട് സെറ്റിലും ബനാന എന്ന് പറയുന്നത് ഒരു കോമൺ വാല്യൂ ആണ്, അഥവാ കോമൺ എലമെൻ്റ് ആണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിനെ അത് ഇഗ്നോർ ചെയ്യുകയും ഒരു തവണ മാത്രം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി മറ്റൊന്നാണ് ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിതിനകത്ത് രണ്ടെണ്ണത്തിനകത്തും കോമൺലി ഉള്ള വാല്യൂ ഏതാണോ അതിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യും. ഉദാഹരണം, ഞാൻ സെറ്റ് 1 എന്ന് പറയുന്ന ഈ ഒരു സെറ്റിനെ എടുത്തു, അതിനെ വീണ്ടും ഞാൻ ക്ലോൺ ചെയ്തു, ക്ലോൺ ഓഫ്. ഇനി ഇതിനെ ഈ ക്ലോൺ ചെയ്ത പുതിയ ക്ലോൺഡ് വാല്യൂവിനെ ഞാൻ ഫോർ എക്സാമ്പിൾ വേറൊരു വേരിയബിളായിട്ട് ആഡ് ചെയ്തു. ഇവിടെ ഞാൻ തൽക്കാലം നമുക്കിപ്പം ഇൻ്റർസെക്ഷൻ ആണല്ലോ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഇൻ്റർസെക്ഷൻ എന്ന് തന്നെ പേരെടുത്തു. ഓക്കെ, ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്? അഗെയിൻ സെറ്റ് ഓഫ് സ്ട്രിങ് തന്നെയാണ്. സോ അത് ഞാൻ മെൻഷൻ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ക്ലോൺഡ് ലിസ്റ്റിലേക്ക്, ക്ലോൺഡ് സെറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്തു? സെറ്റ് 2 എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പോകുന്നു. സോ നമുക്കറിയാം ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ളത് മാത്രമേ അക്സെപ്റ്റ്. സോ ഇൻ്റർസെക്ഷന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേരാണ് റിട്ടൈൻ ഓൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ഞാൻ എന്ത് സെറ്റ് വെച്ചിട്ടാണോ എനിക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ടത് അതിനെ ഞാൻ മെൻഷൻ ചെയ്യണം. ഇവിടെ സെറ്റ് 2 ആണുള്ളത്, ഞാൻ സെറ്റ് 2 എന്ന് എഴുതി. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? പ്രിൻ്റ് ചെയ്യാം. ലെറ്റ്സ് പ്രിൻ്റ് ദിസ്. ഞാൻ ഈ system.debug എന്ന് പറയുന്ന ഇതേ ഫംഗ്ഷൻ എടുത്തു. ഇതിനകത്തേക്ക് എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ഇൻ്റർസെക്ഷൻ വാല്യൂ ആണ്. ദാറ്റ്സ് ഇറ്റ്. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് ടൈം ഇത് നമുക്ക് യൂണിയനും രണ്ടാമത് കണ്ടോ ഇൻ്റർസെക്ഷനായിട്ട് ബനാന എന്ന് വന്നു. സോ രണ്ടാമത് നമുക്ക് വന്നിരിക്കുന്നത് ബനാന എന്നാണ്. ഇതിന് കാരണം ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ളത് ബനാന എന്ന് പറയുന്ന എലമെൻ്റാണ്. ഇനി അടുത്തതാണ് ഡിഫറൻസ്. ഡിഫറൻസ് നമുക്കറിയാം, ഇത് രണ്ടെണ്ണത്തിനകത്തുനിന്നും, അതായത് സെറ്റ് 1നെ സെറ്റ് 2 വെച്ച് ഡിഫറൻസ് ചെയ്താൽ സെറ്റ് 1ഉം സെറ്റ് 2ൽ നിന്നും കോമൺലി ഉള്ള വാല്യൂവിനെ റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ ഇതേപോലെ തന്നെ ഞാൻ പുതിയൊരു ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനെ ഞാൻ എന്ത് ചെയ്തു? ആ സെറ്റ് എന്താണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്യണം. അത് സെറ്റ് 1ൻ്റെ ക്ലോൺ ആണ്. സോ അഗെയിൻ ഞാൻ സെറ്റ് 1 ഡോട്ട് ക്ലോൺ ഓഫ് എന്ന് ആഡ് ചെയ്തു. സോ സെറ്റ് 1ൻ്റെ ക്ലോൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സെറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്? അഗെയിൻ സെറ്റ് ഓഫ് സ്ട്രിങ് തന്നെയാണ്. ഞാനത് വീണ്ടും ആഡ് ചെയ്തു. കൂൾ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഡിഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിനെ എടുക്കുന്നു. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കാണാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേരാണ് റിമൂവ് ഓൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഈ ഫംഗ്ഷനകത്തേക്ക് സെറ്റ് 2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂവിനെ ആഡ് ചെയ്തു. സോ സെറ്റ് 2 സെറ്റ് 1ൽ നിന്നും സെറ്റ് 2ൽ കോമൺലി ഉള്ള വാല്യൂസിനെ റിമൂവ് ചെയ്യും. നമുക്കിതും ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഞാനിത് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ഡിഫറൻസ് ആണ്. സോ ഞാനിവിടുന്ന് ഡിഫറൻസ് ആഡ് ചെയ്തു ആൻഡ് എക്സിക്യൂട്ട്. ഇവിടെ നമുക്ക് ഡീബഗിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടല്ലേ, ആപ്പിൾ ആൻഡ് ഓറഞ്ച് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്തുള്ളൂ. കാരണം ഇതിൽ കോമൺ ആയിട്ടുള്ള ബനാന എന്ന് പറയുന്നതിനെ അവർ റിമൂവ് ചെയ്തു, ബാക്കിയുള്ള വാല്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിയാൽ കണ്ടില്ലേ, ആപ്പിൾ ആൻഡ് ഓറഞ്ച് എന്ന് പറയുന്ന രണ്ട് വാല്യൂ മാത്രമേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ആപ്പിൾ, ബനാന, ഓറഞ്ച് എന്നുള്ള ഈ ഒരു സെറ്റിൽ നിന്നും സെറ്റ് 2 എന്ന് പറയുന്ന വേരിയബിളിനകത്തെ ബനാന, ഗ്രേപ്പ്, മാംഗോയിലെ കോമൺ ആയിട്ടുള്ള വാല്യൂ, അതായത് ബനാന, ഇത് മാത്രം റിമൂവ് ആയി. ബാക്കി ആപ്പിൾ ആൻഡ് ഓറഞ്ച് മാത്രം അത് അക്സെപ്റ്റ് ചെയ്തു. ഇനി ഈ സെറ്റിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സെറ്റിൻ്റെ പേരെന്താണോ അത് ഡോട്ട് ക്ലിയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെറ്റിനകത്ത് നമുക്ക് ഇൻഡെക്സിങ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻഡെക്സിങ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള എലമെൻറ്റിനെ ഗെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് എലമെൻറ്റ് ഗെറ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് എലമെൻറ്റ് ഗെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി ഫോർ ലൂപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എലമെൻറ്റിനെ ഗെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വേറൊരു സെക്ഷനിൽ പറയാം. കാരണം ഫോർ ലൂപ്പ് എന്താണെന്ന് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇതൊന്നും കൂടാതെ തന്നെ മറ്റ് പലതരം ഫങ്ഷൻസ് നമ്മൾ ലിസ്റ്റിലും സെറ്റിലും ആഡ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോംപ്രിഹെൻസീവ് ലേണിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ സെയിൽഫോഴ്സ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള എല്ലാ കൺസെപ്റ്റുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.